അവളുമാർ പലഹാര കൂമ്പാരങ്ങളുടെ ഇടയിൽ നിന്ന് വ്യവഹാരം നടത്തുകയാണ്. നമുക്ക് നൈസ് കോട്ടിൽ 2 അടിച്ചു വേണം. ഹായ് ഫ്രണ്ട്സ്. എന്താണ് ചേട്ടന്മാരെ കണ്ടിട്ട് ആർക്കൊരു മൈൻഡ് ഇല്ലാത്ത? ഞങ്ങൾ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എങ്ങനെ പറയല്ലേ യമു? യമു? ഞാൻ യമു ഓട്ടോറിക്ഷയൊന്നുമല്ല പോയെ. പക്ഷിയാണ് വവ്വാല്. അതൊരു സസ്തനിയല്ലേ? സസ്തനിയാണല്ലോ. രംഗഭക്ഷണം മുമ്പ് നമുക്ക് 2 എടുത്തെടുക്കാം. ഓക്കെ തെണ്ടി തിന്നാൻ വേണ്ടി നടക്കുക. ഈ 2 പഴംപൊരി എടുത്തതിനാണ് അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് വലിയ മോഡ കാണിക്കുന്നത്. ഞാൻ നിന്നോടല്ലല്ലോ അതിന് പറഞ്ഞത്. എന്നോട് പറഞ്ഞാലും അവനോട് പറഞ്ഞാലും കണക്കാ. ഞങ്ങൾ ഒന്നാ. അല്ലേ വിട്. വിവരമില്ലാത്ത വിളുമാരെന്തെങ്കിലും പറഞ്ഞു കരുതി വിവരമുള്ള നമ്മൾ വേണ്ട ക്ഷമിക്കാൻ. ആർക്കട വിവരമില്ലാത്ത? നിനക്കെന്നെ വേറെ ആർക്ക്? പ്രദീപേ മാമു ഒന്ന് പോ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ. ഞങ്ങൾ പൊക്കോളാം. പക്ഷെ ഇവിടെ നിലക്കി നിർത്തിക്കോ. വരില്ലടി. നല്ല നിലക്കി നിർത്താൻ ഒരുത്തനും വരില്ല. മനസാക്ഷി ഇല്ലാത്ത മറുത. Shut your bloody mouth. You shut bloody mouth. അങ്ങനെ തന്നെ മര്യാദ തിരികടി. അവളുടെ ഒരു ചിരി. എനിക്കറിയാം അവന്മാർക്ക് എന്ത് പണിയാ കൊടുക്കേണ്ടതെന്ന്. 2 ദിവസത്തിനകം അവന്മാരെ ഞാൻ തെറ്റിച്ചിരിക്കും. നോയിക്കോ. ഓ പിന്നെ ഈ ജന്മത്തൊന്നും നടക്കാൻ പോകുന്നു. നീ പെണ്ണൊരുമിട്ടാന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. എന്റെ പൊന്നു മോളെ, ഈ കാര്യം നീ സക്സസ് ആക്കിയ എന്റെ വക ഒരു ഉഗ്രൻ ട്രീറ്റ് നടത്തും. അപ്പൊ നീ ട്രീറ്റ് ചെയ്യാൻ റെഡി ആയിക്കോ. പക്ഷെ ഒരു കാര്യം, എന്റെ കൂടെ നിക്കണം എല്ലാരും. ഓക്കെ? പിന്നെ നമ്മൾ നിൽക്കുമല്ലോ. നമ്മൾ നിന്റെ ഒപ്പം ഉണ്ട്. We are ready. അപ്പൊ നല്ലൊരു പണി തന്നെ കൊടുക്കണം. ഓക്കെ? എമിലി, എന്തുവാടി പ്രശ്നം? പോടതടിയാ. നിന്റെ ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം. എന്തേലും ചോദിച്ചാ തടിയാ എന്താ കാര്യം പറ. ഇതൊക്കെ പറയാ, നീ വാ. നീ എങ്ങോട്ടാ കൊണ്ടുപോണത്? നിനക്ക് പേടിയാ പറഞ്ഞാടേ? പേടിയാ? എന്തിന്? പിന്നെ വാ. എങ്ങടാ? അങ്ങോട്ട് ചെല്ല്. എന്താ? അവക്ക് നിന്നോട് എന്താ പറയണ്ടെന്ന്. എന്നോടോ? ചെല്ല് ചെല്ല്. മമ്മൂനെ ഞാനാ വിളിപ്പിച്ചേ. എന്താ കാര്യം? ഐ എം സോറി മമ്മു. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞതാ. ഐ എം റിയലി സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ സോറി? എന്നാലും മമ്മൂന് എന്നോട് ദേഷ്യമായോ? ഏയ്, എന്തിന്? എനിക്ക് ആ പ്രദീപിനോട് ദേഷ്യമുണ്ട്, അത് വേറെ കാര്യം. എന്നാലും മമ്മൂരിയുടെ എനിക്ക് ദേഷ്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ മമ്മൂ ഒരു പാവാ. എന്താ ഈ പഠിത്തത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല്? എമിലി കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ പ്രദീപിൻ്റെ കൂടെ കൂടിയിട്ടാ അമ്മ ഇങ്ങനെ ആയി പോകുന്നത്. അതിൻ്റെ കൂട്ടൊക്കെ വിട്ടൂടെ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് മമ്മുമായിട്ട് കുറച്ചുകൂടെ അടുക്കണം എന്നുണ്ട്. ഐ മീൻ ഫ്രണ്ട്ഷിപ്പ്. എന്തായാലും ഞാൻ ചെയ്തതിനൊക്കെ സോറി. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. എന്തോ ഇതൊക്കെ മമ്മൂനോട് പറയണം എന്ന് എനിക്ക് തോന്നുന്നു. പോട്ടെ. എന്നാ പിന്നെ മമ്മു ക്ലാസ്സിൽ പൊക്കോ. ഞാൻ പോട്ടെ. ബൈ ബൈ. ഞാനാ വിളിപ്പിച്ചെന്ന് ഫ്രണ്ട്സിനോട് ആർക്കും പറയണ്ട. ഓക്കെ? ഫുൾ ടൈം മമ്മു ഫ്രണ്ട്സിൻ്റെ കൂടെ ആണല്ലോ. അതിലൊരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി, അല്ല മീൻസ് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചൂടെ? പോട്ടെ. നീ സൂക്ഷിക്കണം എടി. ആ പുറിഞ്ചൂരി മമ്മൂന് മുടിഞ്ഞ ബുദ്ധിയാ. ലാസ്റ്റ് നിന്റെ നമ്പർ കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എടി, ഏക്കാത്ത നമ്പർ ഏൽപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നീ വന്നേ. എടി, എനിക്ക് ആ പുറിഞ്ചൂരി ഇഷ്ടമില്ല. അവന് ഭയങ്കര അഹങ്കാരമാ. അഹങ്കാരം മാത്രമല്ല, അവൻ്റെ ആ കക്കക്കന്ന് പറഞ്ഞൊരു ചിരിയും സംസാരം കേൾക്കുമ്പോൾ എനിക്കുണ്ടല്ലോ ചൊറിഞ്ഞോണ്ട് വരും. പോട്ടെ പോട്ടെ, വിട്ടോളാം. സീനിയേഴ്സ്. ഓക്കെ, ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാവേ. ഹലോ ചേട്ടാ. ഹായ്. ചേട്ടനെ തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എന്താ പരിപാടി? പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യണം. ചേട്ടാ മമ്മൂനെ കണ്ടായിരുന്നോ? ഇല്ല. എവിടെ ഉണ്ടായിരുന്നല്ലോ? നിങ്ങളുടെ കൂടെ അല്ലേ വന്നേ? ഞാൻ കണ്ടില്ല. ആണോ? കാണുന്നെങ്കിലേ ഞാൻ അന്വേഷിച്ചൊന്ന് പറഞ്ഞേക്കണേ. ഞാൻ അന്വേഷിച്ചൊന്ന് പറഞ്ഞേക്കണേ. ആരെ? മമ്മൂനെ. പിന്നെ പുറിഞ്ചിനോട് പറയണ്ട. എന്തായിരുന്നു? ഞാൻ അന്വേഷിച്ചൊന്ന്. ആരെ? മമ്മൂനെ. ഓ ശരി എന്നാ. പിന്നെ എന്തെങ്കിലും പറയണ്ട, എൻ്റെ അടുത്ത് പറഞ്ഞോ. ഞാൻ വേണേ എൻ്റെ പറഞ്ഞു. അത് വേണ്ട കേട്ടോ, അത് കുറച്ച് പേഴ്സണലാ. മമ്മൂനെ അറിയാം, പറഞ്ഞിരുന്നാ മതി. പറയാം. പുറിഞ്ചിനോട് പറയണ്ട. ഓക്കെ? ശരി.
അടുത്ത വാർഷികത്തിന് നമുക്ക് നല്ല വെറൈറ്റി പ്രോഗ്രാം തന്നെ ചെയ്യണം. അതെ, നമുക്ക് നല്ലൊരു നാടൻ പാട്ട് പാടാം. നാടൻ പാട്ട് ആര് പാടും? ഞാൻ ഇടിയാം. ഇവിടെ ഈ കോളേജിൽ ആകപ്പാടെ കുറച്ച് പേർക്ക് മാത്രമേ നമ്മുടെ അടുത്ത് സ്നേഹമുള്ളൂ. അതുകൂടെ നീ ഇല്ലാതാക്കൂടെ? അല്ല ഇല്ലാതാക്കോ? പിന്നെ കോളേജ് തുടങ്ങിയ കാലം മുതൽ ലീഡ് ചെയ്യണാണല്ലോ. വേറെ ആരുണ്ട് ലീഡ് ചെയ്യും? അതാ ലീഡ് ചെയ്യാൻ പറ്റിയ ഒരാളൊന്നും. എന്താ രാവിലെ അടുപ്പ് കൂട്ടിയല്ലോ ഇരിക്കുന്നു മൂന്നും കൂടെ. ഇപ്പൊ 4 നാലടിക്കാം. അമ്മേ നീ വാ. ഞാൻ തമാശ പറഞ്ഞ വാടാ അതല്ല ബാ. ഇതാ പറഞ്ഞു അതെന്ത് എവിടെ പോണു? ഇവിടെ പോകണ്ട അതില് ഇല്ലടാ അവിടെ നിങ്ങൾ സംസാരിച്ചില്ലടാ. കാര്യം പറ. പിന്നെ എമിലി അന്വേഷിച്ച്. പിന്നെ എന്തിന്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവള് നിന്നെ അന്വേഷിച്ചു. നിന്റെ ഇത്ര പേഴ്സണലായിട്ട് പറയണമെന്നാണ് പറഞ്ഞത്. എന്താടാ പ്രശ്നം? എനിക്കറിയില്ല. അമ്മേ സത്യം പറയാനോട്ട് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യും, അവള് നിന്നെ അന്വേഷിച്ച കാര്യം പുറിഞ്ചോ അറിയില്ലെന്നാണ് അവള് പറഞ്ഞത്. നീ പതുക്കെ അവളെ പോയി കാണും. പോയി കാണ്. അവനോട് പറയണ്ട. അവനോട് പറയണ്ട, അവനെ ദേഷ്യം പിടിക്കും. തന്നെ ഞാൻ പറയണോ? വേണ്ട. എടാ പോരാട്ടാ. എന്ത്? ഇവിടെ ആ ശ്രീജിത്ത് ചോദിച്ചെന്ന് പറഞ്ഞു. പോരാ. ശ്രീജിത്താ? നമ്മള് പോരാ. എന്തോ അവ എവിടെ പോയത്? അവ എവിടെ പോയത്? ശ്രീത്തിനെ കാണാൻ പോയി. ശ്രീജിത്താ? ഓ. ഏത് ശ്രീജിത്ത്? ബികോമില് എംകോം. ബേക്കെ? ഏത് ശ്രീജിത്ത്? എടാ ആർട്സ് ലാബിലാ. ആർട്സ്? നമ്മുടെ ശ്രീത്തെ പൊക്കോളെ. കല്ലെടുത്ത് മാവിലെറിഞ്ഞ് മാവന്ന് താഴെ വീണ് പൂച്ച ചത്ത് എലി പപ്പരപ്പി. എന്താ കാര്യം എന്തെന്ന് പറ. ഡേയ് ഇത് പ്രശ്നം വേറെയാണ്. എന്ത്? നീ ഇടന്നാ എന്താണ് കാര്യം പറ. വാടാ. അതെ, അവൻ ശരിക്കും എമിലിയെ കാണാൻ പോയതാണ്. എമിലി? അത് എന്തിന്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. കുറച്ച് നേരത്തെ എമിലി എന്നെ കണ്ടപ്പോഴേ മമ്മൂനെ അന്വേഷിച്ച്. ഒന്ന് പോകണ അത് സത്യം പറഞ്ഞു. അവള് പിന്നെ എമിലി നിങ്ങൾ ചുമ്മാ ശരിക്കും അന്വേഷിച്ചു. എന്നിട്ട് എമിലി പറഞ്ഞെന്നറിയാം, മമ്മൂനെ അവൾ അന്വേഷിക്കുന്നത് നീ അറിയില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ദിവസം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവ ഇവിടുന്ന് പോയില്ലേ മമ്മു, അവൻ പറഞ്ഞു അവ എമിലിയാണ് കാണാൻ പോണേന്ന് നീ അറിയില്ലെന്നും പറഞ്ഞു. എന്താണ്? ഞാൻ ഉള്ളതാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. അവരിവിടെ എവിടെ മീറ്റ് ചെയ്യണം. നീ അവിടെ എവിടെയും പോയി അന്വേഷിച്ചാൽ കിട്ടും. തൽക്കാലം ഞാൻ ഇത് പറഞ്ഞെന്ന് മമ്മു അറിയല്ലേ. നീ ഒന്നും അറിഞ്ഞിട്ടില്ല, മനസ്സിലായോ? ഡേയ് പോട്ടാ.